ഒരു പ്രമുഖ വ്യക്തി തന്റെ യൂട്യൂബ് ചാനലിലൂടെ ഇപ്പോൾ തമിഴ് ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. തമിഴ് ജനതയെ മലയാളികൾ ആക്ഷേപിക്കുന്നില്ലേ എന്നതാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്ന ആശങ്ക. ഇതിനുദാഹരണമായി അദ്ദേഹം എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത് മാർക്കോ എന്ന സിനിമയ്ക്ക് നെഗറ്റീവ് റിവ്യൂ പറഞ്ഞ ബ്ലൂ സട്ടേമാരൻ എന്ന് പൊതുവെ അറിയപ്പെടുന്ന എളമരൻ എന്ന തമിഴ് റിവ്യൂവറുടെ വീഡിയോയ്ക്ക് താഴെ വരുന്ന മലയാളികളുടെ കമന്റുകളാണ്. തീർച്ചയായും വംശീയ അധിക്ഷേപം നടത്തുന്നത് ഒരു തരത്തിലും യോജിക്കാൻ കഴിയില്ല. പക്ഷേ ഇവിടെ എങ്ങനെയെങ്കിലും മാർക്കോ എന്ന സിനിമ ഒന്ന് ചവിട്ടി താഴ്ത്തണം, അതിനു വേണ്ടിയുള്ള ഒരു ചവിട്ടുപടിയാണ് ഇപ്പോൾ ഉദിച്ച തമിഴ് സ്നേഹം എന്നാണ് പലരും കമന്റുകളിലൂടെ പറയുന്നത്. കൂടാതെ കമന്റ് ബോക്സിൽ എത്തുമ്പോഴേക്കും ആശാന്റെ തനിസ്വരൂപം പുറത്തു ചാടും എന്നും അഭിപ്രായപ്പെടുന്നവരുണ്ട്. ഓൺലൈനിൽ പലരും നടത്തുന്ന വികാര പ്രകടനങ്ങൾക്ക് ഇപ്പോഴും തടയിടാൻ കഴിഞ്ഞിട്ടില്ല എന്നത് ഒരു വസ്തുതയാണ്. എന്നാൽ മലയാളികളെക്കാൾ കൂടുതൽ വംശീയ അധിക്ഷേപം ഓൺലൈനിലൂടെയും ഓഫ്ലൈനിലൂടെയും നടത്തുന്നത് ആരാണെന്നറിയാൻ നമുക്ക് ചുറ്റുമൊന്ന് കണ്ണോടിച്ചാൽ മാത്രം മതി. ഞങ്ങളുടെ ഭാഷയാണ് ഏറ്റവും പഴയത്, മറ്റെല്ലാ ഭാഷകളും ഞങ്ങളുടെ ഭാഷയിൽ നിന്നാണ് ഉയർന്നു വന്നത്, നിങ്ങളെല്ലാം നമ്മുടെ ഒരു അടിമകൾ പോലുമാണ് എന്ന് വാദിക്കുന്നവരുണ്ട്. അതാരാണ് എന്നൊന്ന് ആലോചിച്ചാൽ മാത്രം മതി. കേരളം നിർമ്മിച്ചത് തമിഴ് രാജാക്കന്മാരാണ്, അതുകൊണ്ട് മലയാളികളെ അടിമ മനോഭാവത്തോടെ കാണണമെന്ന് പോലും വാദിക്കുന്നവരുണ്ട്. ഇത്രയും പറഞ്ഞപ്പോഴേക്കും ആരെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത് എന്ന് കേൾക്കുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. തീർച്ചയായും ഒരു സംസ്ഥാനത്തെ മുഴുവൻ ജനതയുമല്ല ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഇതുപോലെ യാതൊരു ലോജിക്കുമില്ലാതെ സംസാരിക്കുന്ന കുറച്ചു പേരെ കുറിച്ചാണ്. മലയാളികൾക്കെതിരെ വംശീയ അധിക്ഷേപം നടത്തുന്ന രാഷ്ട്രീയ പാർട്ടികളും നേതാക്കളും വരെ തമിഴ്നാട്ടിലുണ്ട്. എന്തായാലും മലയാളികൾ ഇതുവരെ ആ ഒരു ലെവലിലേക്ക് ചെന്നെത്തിയിട്ടില്ല. ഇനിയൊരു സിനിമയെക്കുറിച്ചുള്ള ചർച്ചകളാണല്ലോ ഇതുവരെ കൊണ്ടുചെന്നെത്തിച്ചത്. ഇതിനു മുൻപ് റിലീസായ ഒരു മലയാള സിനിമയുടെ ഉദാഹരണമെടുക്കാം. സിനിമയുടെ പേര് വരനെ ആവശ്യമുണ്ട്. സുരേഷ് ഗോപി, ശോഭന, ദുൽഖർ സൽമാൻ, കല്യാണി പ്രിയദർശൻ എന്നിവരൊക്കെയാണ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ആ സിനിമയിൽ ഒരു രംഗമുണ്ട്. സുരേഷ് ഗോപി ഒരു നായയെ പ്രഭാകര എന്ന് വിളിക്കുന്നത്. പട്ടണപ്രവേശം എന്ന സൂപ്പർ ഹിറ്റ് സിനിമയിലെ തിലകൻ ചേട്ടന്റെ പ്രഭാകര എന്ന വിളി മീമുകളിലൂടെ ഇപ്പോഴും സജീവമായി എല്ലാവരും ഉപയോഗിക്കുന്നതാണ്. അത് മാത്രമേ ഈ സിനിമയിൽ അവർ ഉദ്ദേശിച്ചിട്ടുള്ളൂ. കൂടാതെ മലയാളി പ്രേക്ഷകർക്ക് വേണ്ടി നിർമ്മിച്ച ഈ ഒരു മലയാള സിനിമ കാണുന്ന മലയാളി പ്രേക്ഷകർക്കും അത് മനസ്സിലാവും. എന്നാൽ പിന്നീട് സംഭവിച്ചത് എന്താണ്? തങ്ങളുടെ നേതാവിനെ അപമാനിച്ചു എന്ന് പറഞ്ഞ് തമിഴ്നാട്ടിൽ നിന്ന് തന്നെ വലിയൊരു വിഭാഗം ഈ സിനിമയ്ക്കെതിരെ പ്രതികരിച്ചു. വളരെ മോശം രീതിയിലുള്ള വംശാധിക്ഷേപം തന്നെയാണ് അന്ന് മലയാളികൾക്കെതിരെ അവർ നടത്തിയത്. ഇനി ഏറ്റവും വിരോധാഭാസമായ കാര്യം എന്താണെന്ന് എടുക്കാം. അവർ ഉദ്ദേശിച്ച പ്രഭാകരൻ LTTE എന്ന തീവ്രവാദ സംഘടനയുടെ തലവനായിരുന്നു. ഓർക്കണേ, നമ്മുടെ രാജ്യത്തിന്റെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീ രാജീവ് ഗാന്ധിയുടെ വധത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഒരു സംഘടനയുടെ തലവൻ. എന്നിട്ട് ഈ വിഷയത്തിൽ ദുൽഖർ സൽമാന് മാപ്പ് പോലും പറയേണ്ടി വന്നു. എന്തിന്? അന്ന് ആരും ഇതിനെതിരെ പ്രതികരിച്ച് കണ്ടില്ല. ഇപ്പോൾ കാണിക്കുന്ന തമിഴന്മാരെ അവമാനിക്കുന്നു എന്ന ഈ കരച്ചിലിന് യാതൊരു ധാർമ്മികതയുമില്ല. കുറച്ച് ചർച്ചകൾ ഉണ്ടാക്കണം എന്നത് മാത്രം. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളിലൂടെ രേഖപ്പെടുത്താം.